കല്ലാച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പരിസരത്തുമായി നടന്നു വരുന്ന നാദാപുരം സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിനെത്തുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നിത്യവും സമ്പുഷ്ടവും രുചികരവുമായ ഭക്ഷണം വിളമ്പുന്നതിൽ ബദ്ധശ്രദ്ധരാണ് ഭക്ഷണ കമ്മിറ്റി. ടീച്ചേഴ്സിനും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനും പാർട്ടിസിപ്പൻസിനും ജഡ്ജസിനും നാട്ടുകാർക്കുമായിട്ടാണ് നമ്മൾ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. മികച്ച രീതിയിലുള്ള 9ഓളം വിഭവങ്ങൾ അടങ്ങിയ വിപുലമായ ആഹാര സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. 5 സ്റ്റാളുകളിലായിട്ടാണ് നമ്മളിവിടെ ഭക്ഷണ വിതരണം സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. മികച്ച രീതിയിലുള്ള 9ഓളം വിഭവങ്ങൾ അടങ്ങിയ വിപുലമായ ആഹാര സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. 5 സ്റ്റാളുകളിലായിട്ടാണ് നമ്മളിവിടെ ഭക്ഷണ വിതരണം സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഇന്ന് ശിശുദിനമായതുകൊണ്ട് തന്നെ സെൽഫി പോയിന്റ് ചാച്ചാജിയുടെ ഒരു മനോഹര ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു സംവിധാനമാണ് ഊട്ടുപുരയിൽ നമ്മളിവിടെ സജീവമാക്കിയിരിക്കുന്നത്. ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3ാമത്തെ ദിവസമാണിന്ന്. ഞങ്ങൾ ഭക്ഷണപ്പന്തൽ വളരെ സജീവമാണ്. ഇന്നലെ 3000-ലേറെ ആളുകൾ, മെനിഞ്ഞാന്ന് 3000-ലേറെ ആളുകൾ, ഇന്ന് ഞങ്ങൾ 4000-ലേറെ ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ 3000-ലേറെ ആളുകൾ, മെനിഞ്ഞാന്ന് 3000-ലേറെ ആളുകൾ, ഇന്ന് ഞങ്ങൾ 4000-ലേറെ ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടിയാണ് ഈ ഭക്ഷണപ്പന്തൽ മുന്നോട്ടേക്ക് പോകുന്നത്. പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. ചാച്ചാജിയെ ഓർമ്മിക്കുന്ന നിരവധി എല്ലാ കുട്ടികൾക്കും മുട്ടായി വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ സജ്ജീകരണങ്ങളും ഈ ഭക്ഷണപ്പന്തലിൽ ഒരുക്കിയെന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾ അവകാശപ്പെടുകയാണ്. ഈ വർഷത്തെ മേളയുടെ ഒരു പ്രത്യേകത, നാദാപുരത്ത് ഇതുവരെ നടക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു മേളയാണ് ഈ വർഷത്തെ മേള. കാരണം അധ്യാപക സംഘടനകൾ ഓരോ സബ് കമ്മിറ്റികളുടെയും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നാദാപുരത്ത് ഒരുപക്ഷെ ഒരു 10-30 വർഷത്തിന് ശേഷം നടക്കുന്നു. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏതാണ്ട് 15,000-ത്തിലധികം കുട്ടികൾക്ക് 4 ദിവസങ്ങളിലായി ഭക്ഷണം വിതരണം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ള മഹത്തായ ഒരു കാര്യമാണ് ഞങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് ഭക്ഷണ വിതരണം 3ാമത്തെ ദിവസമാണ്. ഇന്ന് പാലടയോളം ഉൾപ്പെടെ 8ഓളം വിഭവങ്ങളുണ്ട്. 5 കൗണ്ടറുകളിലായി ഭക്ഷണ വിതരണം നടക്കുന്നു എന്നത് മാത്രമല്ല, 5ാമത്തെ കൗണ്ടർ ജഡ്ജസിനും ഒഫീഷ്യൽസിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതായാലും വയറ് നിറക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഈ പന്തലിൽ വരുന്ന ഓരോരുത്തരുടെയും മനസ്സുകൂടി നിറഞ്ഞ് മാത്രമേ ഞങ്ങൾ പറഞ്ഞയക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഭക്ഷണ കമ്മിറ്റിയുടെ തീരുമാനം. ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെ, നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ഉൾപ്പെടെ ഞങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ പ്രശംസനീയമാണ്. ഇന്ന് ശിശുദിനമായതുകൊണ്ട് പ്രത്യേക സെൽഫി പോയിൻറ്റും കുട്ടികൾക്ക്
ഭക്ഷണശാലയിൽ തന്നെ പാടാനോ അതുപോലെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുമുള്ള അവസരങ്ങൾ ഭക്ഷണ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഉച്ചഭക്ഷണശാലയിൽ ശിശുദിനമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വിവിധ പരിപാടികളും കൂടി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ സന്തോഷത്തോടുകൂടി ശിശുദിന സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് അവരുടെ പാട്ടുകളും അതുപോലെ തന്നെ മറ്റുള്ള കലാപ്രകടനങ്ങളൊക്കെ നടത്തി വളരെയധികം സന്തോഷപൂർവ്വം ഈ ഒരു കലാമേള ആസ്വദിക്കുന്നതാണ് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിശുദിനത്തോടനുബന്ധിച്ച് ഭക്ഷണശാലയുടെ പിറകിലായി ചാച്ചാച്ചിയോടൊപ്പം സെൽഫി പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും സെൽഫി എടുക്കാൻ ഇവിടെ സൗകര്യം